ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ കാശ്മീരിലേക്കുള്ള രണ്ടാമത്തെ യാത്ര ഇവിടെ തുടങ്ങുക കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് പുറത്തൊക്കെ നോക്കിയപ്പോൾ നല്ല സീനറി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ അവതാർ സിനിമയൊക്കെ അല്ലേ, അതിൽ കാണുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. അവിടെ പണ്ടുണ്ടായിരുന്ന നീലമനുഷ്യന്മാരത്, അപ്പോൾ അതേമാതിരി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിശന്നപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ വാങ്ങിച്ച ഒരു സ്വീറ്റ് ബെൻ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് കഴിച്ചു. പിന്നെ അതേമാതിരി പൊക്കവടി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ തന്നെയാണ് ചായ കൊണ്ട് ആൾ വന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കൊയിപ്പാക്കു. ഞാൻ പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലല്ലോ. അങ്ങനെ കൊയിപ്പാക്കു നല്ല ചൂടുള്ള ചായ ആയിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ക്യാഷ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ലൂഡോ കളിച്ച് അങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പൊറാട്ടയും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫുഡ് രാവിലത്തേത്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഫുഡ് ഐറ്റംസ് അതേപോലെ കുറേ സാധനങ്ങൾ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരിടന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവരങ്ങനെ നോക്കിയിരുന്നില്ലായിരുന്നു. പിന്നെ പുറത്തത്തെ കാഴ്ച കണ്ട് കുറേ സമയം നമ്മൾ കാണാത്ത സ്ഥലങ്ങളും പോകാത്തൊക്കെ അല്ലേ, അപ്പോൾ കുറേ നേരം കാഴ്ചകൾ കണ്ടിരുന്നു. പിന്നെ അവിടെയുള്ള കുറേ ചെക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഒരു മണാലിക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു. പിന്നെ ഓരോട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രെഡും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ചിക്കൻ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ്. പിന്നെ കുറച്ച് പൊറാട്ടയും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ കൊയിപ്പാക്കും ഞാനും പൊറാട്ട കഴിച്ചു. പിന്നെ ബ്രെഡും ആ ചിക്കനൊക്കെ കൂട്ടി കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ അതും ഒതുക്കി കേട്ടോ. പിന്നെയും പുറത്തത്തെ കാഴ്ചകൾ കണ്ട് കുറേ സമയം നിന്നും നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളല്ലാതെ വേറെ ചെറിയ ചെറിയ വീടുകളൊന്നും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയില്ല കേട്ടോ. വലിയ ബിൽഡിങ്ങുകൾ മാത്രമായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ സമയം പിന്നെ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതൊക്കെയോ പേരറിയാത്ത കുറേ സ്റ്റേഷനിലൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പുറത്തൊക്കെ ഇറങ്ങി പുറത്തത്തെ കുറേ സീനറികളൊക്കെ കണ്ടു നിന്ന് പിന്നെ ക്യാമറയ്ക്ക് വെക്കേണ്ട ഒരു ഹായ് ഒക്കെ കൊടുത്തു. പിന്നെ കൊയിപ്പാക്കു എൻ്റെ ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെ കൊയിപ്പാക്കുൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ നൈസിലൊരു വീഡിയോസ് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ പോയി ഇവിടെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് നേരമൊക്കെ കടന്നു. നമ്മളിങ്ങനെ ട്രെയിനിൽ ഒരേ ഇരുത്തിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് നേരം നമ്മൾ ഇതിൽ കടന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ അപ്പുറത്ത് പോകുന്ന ഭയങ്കര പാട്ടും കയ്യൊടി കേട്ടത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒരേ പുള്ളിയുള്ള കുറച്ച് ചേച്ചിമാരായിരുന്നു കേട്ടോ. അങ്ങനെ ഓരത്ത് കണ്ട് കുറേ സമയം നിന്നു. അപ്പോൾ പുറത്ത് നോക്കുമ്പോഴാട്ടോ കണ്ണെത്താ ദൂരത്തോളം മുന്തിരിപ്പാടം കണ്ടത്. അപ്പം ഞങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചു കണ്ട് ഞാൻ അത് വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. എനിക്കിതിൽ മനസ്സിലാകണ്ടോ എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരോട്ടും കമ്പനി ആയിന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു പറഞ്ഞാൽ നമുക്കൊന്നൊരു ഗെയിം കളിക്കാം, എന്തായാലും ട്രെയിനിൽ ഒരേ ഇരുത്തിരിക്കുകയല്ലേ, അപ്പോൾ വന്നാൽ നമുക്കൊരു ഗെയിം കളിക്കാം. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ യൂനോ എന്നുള്ളൊരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ഒരു ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ എങ്ങനെയൊക്കെയാണ് അത് കളിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ എല്ലാവരോട്ടും കൂടി ഇരുന്നുകൊണ്ട് ഞങ്ങൾ കളി സ്റ്റാർട്ട് ചെയ്തു. കുറേ സമയം കളിച്ചു. ഓരോരുത്തർ ജയിക്കണുണ്ട് തോൽക്കണുണ്ട്. അങ്ങനെ കുറേ സമയം കളിച്ചൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ബ്രെഡും അച്ചാറും കേട്ടോ നൈറ്റത്തെ ഫുഡ്. പിന്നെ പഴമായിരുന്നു. അങ്ങനെ അതാ പേരറിയാത്ത ഏതൊരു അമ്പലത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേഷനിൽ. അങ്ങനെ ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.